മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ദനഹാകാലം 4-ാമത്തെ ഞായറാഴ്ചയായി ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ മുൻ വിവരണത്തിന് സമാപനമായിട്ടും അതിനുശേഷം സമരിയ സംഭവവും. സുവിശേഷത്തിൽ ഈശോ 3 തരത്തിലുള്ള ആളുകളോട് സംസാരിക്കുന്നുണ്ട്. ഒന്നാമതായി ഈശോ സംസാരിക്കുന്നത് സമരിയാക്കാരി സ്ത്രീയോടാണ്. രണ്ടാമതായി ശിഷ്യരോടും തുടർന്ന് സമരിയാക്കാരോടും. അല്പം ചരിത്രം അറിഞ്ഞിരിക്കുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ആഴത്തിൽ ധ്യാനിക്കാൻ നമ്മെ സഹായിക്കും. BC 721 അസീറിയക്കാർ വടക്കൻ പാലസ്തീന കീഴടക്കി ഇസ്രായേൽക്കാരെ നാടുകടത്തുകയും ബലം പ്രയോഗിച്ച് വിദേശികളെ ഇസ്രായേലിൽ പുനരധിവസിപ്പിക്കുകയും ചെയ്തു. അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് സങ്കര ജനതയായി മാറിയ ആളുകളാണ് സമരിയാക്കാരായി അറിയപ്പെട്ടിരുന്നത്. വിജാതീയ ജനതയുടെ ആചാര അനുഷ്ഠാനങ്ങൾ അഭ്യസിച്ച് തങ്ങളെ തന്നെ കളങ്കപ്പെടുത്തി. യേശുവിൻ്റെ കാലത്ത് യഹൂദരും സമരിയാക്കാരും തമ്മിലുള്ള ശത്രുത വളരെ പ്രകടമായിരുന്നുവെന്ന് സുവിശേഷ ഭാഗങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്. അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നത്. വേറെ വഴികളുണ്ടായിരുന്നിട്ടും ഈശോയ്ക്ക് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു എന്ന് പറയുമ്പോൾ അത് പിതാവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ. പഴയ നിയമത്തിലെ യാക്കോബും മോശയും തങ്ങളുടെ ഭാര്യമാരെ കണ്ടുമുട്ടുന്നത് കിണറ്റിൻകരയിൽ വെച്ചാണ്. ഈശോ മണവാളനാണ്, സഭ മണവാട്ടിയും. അതായത് സഭയോട് ചേരാൻ പോകുന്ന ഒരു വിജാതീയ സ്ത്രീയെ ഈശോ കിണറ്റിൻകരയിൽ കണ്ടുമുട്ടുന്നു. അവൾ മാത്രമല്ല, അവളിലൂടെ സമരിയ എന്ന് പറയുന്ന ഒരു സമൂഹം മുഴുവൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. പതിവനുസരിച്ച് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് വെള്ളം കോരാൻ ആളുകൾ വന്നിരുന്നത്. എന്നാൽ പതിവിന് വിപരീതമായി നട്ടുച്ച നേരത്താണ് സമരിയാക്കാരി സ്ത്രീ വെള്ളം കോരാൻ വരുന്നത്. പരസ്യമായി പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ആരുമില്ലാത്ത നേരത്താണ് അവൾ കിണറ്റിൻകരയിലെ വെള്ളം കോരാൻ വരിക. 2, അവളുടെ കൂടെ ആരുമില്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ അവസരത്തിലാണ് യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറയുന്നത്. സമരിയാക്കാരി സ്ത്രീ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, യഹൂദനായിരിക്കെ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യേശുവിനെ സമരിയാക്കാരി യഹൂദൻ എന്ന് ആദ്യം അഭിസംബോധന ചെയ്യുന്നിടത്ത് അപരിചിതത്വവും നീരസവും പ്രകടമാണ്. മതാചാരപരമായി സമരിയ സ്ത്രീകൾ അശുദ്ധരാണ് എന്ന് യഹൂദർ കരുതിയിരുന്നതുകൊണ്ട് അവർ കൈകാര്യം ചെയ്ത പാത്രങ്ങളിലെ വെള്ളം അവർ ഉപയോഗിച്ചിരുന്നില്ല. യഹൂദ പുരുഷന്മാർ പൊതുസ്ഥലങ്ങളിൽ വെച്ച് അപരിചിതരായ സ്ത്രീകളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയോ സമരിയാക്കാരുമായി ഭക്ഷണപാനീയങ്ങൾ പങ്കിടുകയോ ചെയ്തിരുന്നില്ല. ഈ ആചാരങ്ങളെയാണ് യേശു മറികടക്കുന്നതും പിന്നീട് സംഭാഷണത്തിലൂടെ അവളെ നേടുകയും ചെയ്യുന്നത്. ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്ത സന്തോഷവും സമാധാനവും നിറവും അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അന്നുവരെ സമൂഹത്തിൽ നിന്ന് മാറി നിന്നിരുന്ന ആ സ്ത്രീ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ഓടുകയാണ്. യേശു തനിക്ക് വേണ്ടി നിലകൊണ്ടു തന്നെ സ്വന്തമാക്കി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്നേഹവും സന്തോഷവും മറ്റുള്ളവരെ അറിയിക്കുവാൻ തിടുക്കം കൂടുന്ന വ്യക്തിയായി മാറുന്നു. ആരിൽ നിന്നാണോ മാറി നിന്നിരുന്നത് ആ സമൂഹത്തിലേക്ക് കടന്നു വരുന്നു. അവരുടെ മുൻപിൽ തൻ്റെ അനുഭവം പ്രഘോഷിക്കുന്നു. അവൾക്കുണ്ടായ മാറ്റം കണ്ടിട്ട് ഒരു സമൂഹം മുഴുവൻ യേശുവിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് പറയുന്നു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ മുൻപിൽ മറച്ചു പിടിക്കാൻ നമുക്കൊന്നുമില്ല. ആളുകളുടെ മുൻപിൽ നിന്ന് നമുക്ക് മാറി നടക്കാം. എന്നാൽ ക്രിസ്തു നിനക്കായി കാത്തിരിപ്പുണ്ട്. ഈ സമരിയാക്കാരി സ്ത്രീയെപ്പോലെ തമ്പുരാൻ്റെ മുൻപിൽ നമ്മളെ തന്നെ നാം വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ശാശ്വതമായ സമാധാനവും ശാന്തിയും കൈവരും. ഒപ്പം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും ഇത് വലിയ ഒരു അനുഭവമായിട്ട് മാറും. ആമേൻ.